വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. നോക്കാൻ തലക്കെട്ടുകൾ. 1000 രൂപയാക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പനാറിൽ ജയിച്ചത്. 1600 ആക്കി. ഇത്തവണ പറ്റുന്നില്ല. അപ്പോൾ സ്വപ്നം ദേഷ്യമൊക്കെ നമ്മുടെ തോന്നും, ശുണ്ടിയൊക്കെ തോന്നും. നിങ്ങൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ചെയ്തതല്ലേ, എല്ലാ മാസം 26-ാം തീയതി തന്നതല്ലേ. സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന് തോമസ് ഐസക്. ലോക്സഭാ സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ മുൻ ധനമന്ത്രി. മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിക്ക് ഒളിയമ്പ്, തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്തമെന്ന് ഇഡിക്ക് മറുപടി. മാത്യു കുഴൽനാടനെതിരെ റവന്യൂ വകുപ്പ്. റിസോർട്ട് നിർമ്മിച്ചത് 1/2 ഏക്കർ ഭൂമി കയ്യേറിയെന്ന റിപ്പോർട്ട്. ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ച് ഉടുമ്പൻചോല തഹസിൽദാർ. മാസപ്പടി ഇടപാടിൽ ഹൈക്കോടതിയിൽ ഉപഹർജി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണമെന്ന ആവശ്യം. കമ്പനി കാര്യ മന്ത്രാലയ അന്വേഷണത്തിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയില്ല എന്ന ആരോപണം. സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി 5-ന്. നിയമസഭാ സമ്മേളനം മറ്റന്നാൾ മുതൽ. തുടക്കം ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കേരളം. അന്തിമ വോട്ടർ പട്ടികയിൽ 2,70,00,000 പേർ. 5 ലക്ഷം പുതിയ വോട്ടർമാർ. 25,000 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പൊതുജനങ്ങൾക്കായി തുറന്ന അയോധ്യ ക്ഷേത്രം. വൻ ഭക്തജനത്തിരക്ക്. പ്രതിദിനം 1 ലക്ഷം പേർക്ക് ദർശന സൗകര്യം. ഭാരത് ജോഡോ ന്യായയാത്രയ്ക്കിടെ സംഘർഷം. ഗുവാഹത്തിയിൽ പോലീസുമായി ഏറ്റുമുട്ടി കോൺഗ്രസ് പ്രവർത്തകർ. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. കരിന്തളം കോളേജ് വ്യാജരക കേസിൽ കെ വിദ്യ ഒറ്റപ്രതി. മുൻ എസ്.എഫ്.ഐ നേതാവിന് ആരുടെയും സഹായമില്ലെന്ന് കണ്ടെത്തൽ. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. മൂന്നാറിനെ വിറപ്പിച്ച് വീണ്ടും പടയപ്പ. കടകൾ തകർത്തു, ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളത്ത് ആനയിടഞ്ഞു. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ സിറിയ പോരാട്ടം. മത്സരം വൈകിട്ട് 5 മുതൽ ഖത്തറിൽ. അർജന്റീന ടീമിനെ സ്വാഗതം ചെയ്ത് മലപ്പുറത്ത് ഫ്ലെക്സുകൾ. വാർത്തയിൽ നിന്ന് വിശദമായി. സർക്കാരിനെതിരെ ജനവികാരമുണ്ടെന്ന് അംഗീകരിച്ച് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. ക്ഷേമ പെൻഷൻ വൈകുന്നതിൽ അടക്കം ജനങ്ങൾക്ക് ദേഷ്യവും ശുണ്ഠിയുമൊക്കെ തോന്നും. സാഹചര്യം ജനങ്ങളോട് ക്ഷമാപൂർവം വിശദീകരിക്കും. പെൻഷൻ തുക 1000 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി LDF സർക്കാർ ഉയർത്തിയത് ആരും പറഞ്ഞിട്ടില്ല. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന് കേന്ദ്ര ഉപരോധം പിൻവലിച്ചാൽ പെൻഷൻ തുക 2000 രൂപ ആക്കുന്നതടക്കം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ LDF ഉണ്ടാകുമെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. ഇപ്പോൾ ജയിപ്പിച്ചാൽ 2000 ആക്കാമെന്ന് വാഗ്ദാനം കൊടുക്കും. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പെൻഷൻ വർധന ഉൾപ്പെടെ അല്ലെങ്കിൽ പെൻഷൻ കൊടുത്തതിലുള്ള വിശ്വാസം ഉൾപ്പെടെ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ വിശ്വാസം അതേപടി കാത്തുസൂക്ഷിക്കാൻ ഈ സർക്കാരിനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് ക്ഷമാപൂർവ്വം വിശദീകരിക്കും. 1000 രൂപയാക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ട് പനാറിൽ ജയിച്ചത്. 1600 ആക്കി. അപ്പോൾ ഇത്ര മനസ്സില്ലാത്തതല്ല, മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ്. ഇത്തവണ പറ്റുന്നില്ല. അപ്പോൾ സ്വപ്നം ദേഷ്യമൊക്കെ നമ്മുടെ തോന്നും, ശുണ്ടിയൊക്കെ തോന്നും. നിങ്ങൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ചെയ്തതല്ലേ, എല്ലാ മാസം 26-ാം തീയതി തന്നതല്ലേ. അത് ശരിയാ. അതിക്ക് മുമ്പ് 4 മാസം കൂടുമ്പോഴാണ് പെൻഷൻ. ഇപ്പോഴും അങ്ങനെ ആയിട്ടുള്ളൂ. ആ പെൻഷൻ കമ്പനി പൊളിച്ചത് UDFും BJPയും കൂടിയാണ്. അതപ്പോൾ എല്ലാ മാസം തരാൻ പറ്റാത്തത്. ഇനി 1600 2000 ആക്കണം. ഈ കേന്ദ്ര ഉപരോധങ്ങൾ പിൻവലിക്കട്ടെ. അത് ഇന്ത്യ സർക്കാർ വന്നിട്ടല്ലാതെ പിൻവലിക്കാൻ പറ്റില്ല. BJP ചെയ്യില്ല. ഇന്ത്യ സർക്കാർ വരുമ്പോൾ കേരളത്തിൽ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് മേടിക്കാൻ വേണ്ടി LDF ഉണ്ടാവണം അവിടെ. ഇതായിരിക്കും ഞങ്ങൾ പറയാൻ പോണ രാഷ്ട്രീയം പാവപ്പെട്ടവരോട്.
അവർക്കത് മനസ്സിലാവും കേട്ടോ, ഒരു സംശയമില്ല. ഞാൻ പല സ്ഥലത്തും യോഗത്തിന്, ചെറിയ യോഗത്തിന്, വലിയ മൈതാനത്തിലല്ല ഞാൻ ചോദിക്കുന്നത്, ചോദിച്ചിട്ടാണോ തന്നത് കഴിഞ്ഞ പ്രാവശ്യം. അപ്പം മനസ്സുണ്ടെന്നുള്ള തർക്കമില്ലല്ലോ. അപ്പോൾ അവരൊക്കെ പറയും അത് ശരിയാ. പിന്നെ ഇപ്പം പറ്റാത്തതുകൊണ്ടല്ലേ, നിങ്ങളെ വിഷമിപ്പിച്ച് എതിരാക്കാൻ ചിന്തിച്ചിട്ടാണ് ഈ രാഷ്ട്രീയം കളിക്കണം. അത് വീടരുത്, നമുക്ക് ഒരുമിച്ച് നേടാം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം. നിങ്ങൾ വർത്തമാനം പറയാൻ പോകുന്നത്. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും അനുഭവം ഉൾക്കൊണ്ട് ജാഗ്രത പുലർത്തണമെന്ന് തോമസ് ഐസക്. അവിടങ്ങളിലെ ദുഷിപ്പുണ്ടാകാതിരിക്കാൻ തെറ്റുതിരുത്തൽ നടപടി കൈക്കൊണ്ടു. അറിഞ്ഞു തിരുത്തുക എന്നതാണ് പ്രധാനമെന്നും തോമസ് ഐസക് ന്യൂസ് 18 പറഞ്ഞു. ഈ ഒരു ചെങ്കൊടി ഉയർത്തിക്കെട്ടാൻ പോലും CPM-കാരെ ഭയക്കുന്ന ത്രിപുര, ബംഗാൾ, അവിടെയൊക്കെ CPM-നെ ഈ അവസ്ഥ എത്തിച്ചത്, ദുഷിപ്പിച്ചത് തുടർഭരണം ആയിരുന്നു എന്നതൊരു സത്യമാണ്. ആ ഒരു തുടർഭരണത്തിലേക്ക് CPM ഇവിടെ കടന്നിരിക്കുന്നു. ഇനിയും തുടർഭരണം ഉണ്ടാകുമെന്ന് അവകാശപ്പെടുന്നു. അങ്ങനെയുള്ള CPM-നെ ദുഷിപ്പിക്കാതിരിക്കാൻ തുടർഭരണം വേണ്ടെന്നല്ല, ആ അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ജാഗ്രത പുലർത്തണം. അവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ദുഷിപ്പ് ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉദാഹരണത്തിന് തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് എത്ര നടപടിയെടുത്തു? 0 ടോളറൻസ് ടു അഴിമതി, ബോധ്യപ്പെട്ട നടപടിയെടുക്കുക. സ്ത്രീകളുടെ പെരുമാറ്റത്തിൽ അത് കർശനമായ നിലപാട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ശക്തമായ നടപടികൾ നമ്മൾ എടുക്കേണ്ടി വരും. ഇന്ന് മാഷ് പാർട്ടി സെക്രട്ടറി വയനാട് പോയി നിന്ന് പ്രസംഗിച്ചത് ഇന്നത്തെ മനോരമയിൽ വലിയ പ്രാധാന്യത്തോടല്ലേ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള അഹങ്കാരങ്ങളും അഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് അറിഞ്ഞ് തിരുത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഞങ്ങൾ ദുഷിച്ചു പോവുകയെ അതുകൊണ്ട് ഞങ്ങൾ അധികാരത്തിലേക്ക് ഇല്ല എന്ന് പറയലല്ല. അപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാളിച്ചകൾ വരാം എന്ന് മനസ്സിലാക്കി ജാഗ്രത പുലർത്താൻ, തെറ്റുകൾ തിരുത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത തള്ളാതെ തോമസ് ഐസക്. സീറ്റുകൾ ജയിക്കുക എന്നാണ് മാനദണ്ഡം. ജയിക്കാൻ അനുയോജ്യരായവരെ മത്സര രംഗത്തിറക്കും. ജയത്തിൽ കുറഞ്ഞൊരു ഏർപ്പാടില്ല എന്നും തോമസ് ഐസക് ന്യൂസ് 18 പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പലയിടത്തും പലതും പറഞ്ഞു കേൾക്കുന്നു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മത്സരിക്കാനിറങ്ങും. കാരണം CPM-ന് കേരളമാണൊരു ഏറ്റവും പ്രതീക്ഷയുള്ളത്. മറ്റിടത്തൊക്കെ തമിഴ്നാട് ഒരു സീറ്റോ 2 സീറ്റോ അവരുടെ കരുണയിൽ കിട്ടിയാലായി DMK-യുടെ. അതിനപ്പുറത്തേക്ക് വലിയ പ്രതീക്ഷ പലയിടത്തുമില്ല. അങ്ങനെയെങ്കിൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ താങ്കളെപ്പോലുള്ള മുതിർന്ന നേതാക്കൾ ഇറങ്ങുമെന്നൊക്കെ വലിയ പാർട്ടി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ജയിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആളാണ്, സാധ്യതയേറുന്ന ആൾ, അയാളെ മത്സരിപ്പിക്കാം. ജയിക്കണം. ജയത്തിൽ കുറഞ്ഞുള്ള വേറെ ഏർപ്പാടില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ബംഗാളിൽ വലിയ തകർച്ച, ആ തകർച്ചയിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ സീറ്റ് കിട്ടുന്നതിലേക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ത്രിപുരയിൽ ഇപ്പോഴും വോട്ട് ചെയ്യാൻ പോയ അടി കിട്ടും, ആണ് അവിടുത്തെ അവസ്ഥ. ഞാനൊക്കെ ത്രിപുരയിൽ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് അവരുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു. അപ്പം ഞാനിത് ഭയങ്കര കൗതുകത്തിലാണ്. എങ്ങും ചുവന്ന കൊടിയൊന്നുമില്ല. ഗ്രാമത്തിൽ പോയതൊക്കെ അതെ. ഞാനപ്പോൾ ഒരു ഗ്രാമത്തിൽ ഞാൻ ഫ്ലൈറ്റിന് പോകുമ്പോൾ നമ്മുടെ കോട്ടയത്തുകാർ, കുറച്ച് കന്യാസ്റ്റുകാർ, അവർ സാറ് ഞങ്ങളുടെ കോൺവെൻറ്റ് വരുന്നത് ഞാൻ വരാം, എന്താ കുഴപ്പം, ഇത് സ്വപ്പം ദൂരെയാണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാം. അപ്പോൾ അകർത്തവലെല്ലാം അടുത്തായിരിക്കും. ഏതായാലും കാറിൽ പോണ വഴിക്ക് 2 സൈഡിൽ നിന്ന് വിട്ടൊരു കൊടിയില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചിട്ടാ, ഇവിടെ നമ്മുടെ പാർട്ടി ഇല്ലേ? അല്ല സാറേ, പാർട്ടിയൊക്കെ ഉണ്ട്, കൊടി വെച്ചാൽ വീട് പൊളിച്ച് കളയും. അത് ഇലക്ഷന് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് കിട്ടും. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞിട്ടും എന്ത് അതിക്രമം ഇട്ടത്, അതുകൊണ്ട് പേടിച്ചാണ്. അപ്പം അതൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിതി. ഇപ്പം കേരളത്തിലാണ് സാധ്യത. അതിൻ്റെ പ്രാധാന്യം കേരളത്തിലെ പാർട്ടിയും ഇന്ത്യയിലെ പാർട്ടിയും തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി ചർച്ച ചെയ്യാൻ വേറെ പല മാനദണ്ഡങ്ങൾ ഉണ്ടാവില്ല. ഇതൊരു മാനദണ്ഡമാണ്, സീറ്റ് ജയിക്കാൻ പറ്റിയ ആളാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാനത്ത് നടത്താം. ആ ചർച്ച ഞങ്ങൾ നടക്കാൻ പോകണുള്ളൂ. പക്ഷേ ഇക്കാര്യം തീരുമാനമായിട്ടുണ്ട്, സീറ്റ് കിട്ടണം എന്നുള്ളത്. അങ്ങേപ്പോലുള്ള നേതാക്കൾ CPM-ന്റെ മുഖമായി ദേശീയത്തിൽ മാറാൻ കഴിവുള്ള നേതാക്കളാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ വരണ്ടേ? അങ്ങനെ പാർലമെന്റിൽ അങ്ങനെ ഞാൻ പറഞ്ഞാൽ പോരല്ലോ, എനിക്കുള്ള കഴിവുണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നണ്ടേ? പിന്നെ ഏത് സീറ്റ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അത് പാർട്ടി ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്ത് തീരുമാനം ഉചിതമായിട്ട് എടുക്കും. ഞാൻ പറഞ്ഞല്ലോ,
ജയിക്കണം, അതിന് പറ്റിയ സ്ഥാനാർത്ഥി ആരോ നിർത്തും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പേടിയില്ലെന്നും ഇനിയൊട്ടും പേടിക്കാനില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ED വിളിക്കുമ്പോൾ ഓച്ചാനിച്ചു നിൽക്കാൻ കിട്ടില്ല. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന രാഷ്ട്രീയ നാടകമാണ് ED നടത്തുന്നതെന്നും തോമസ് ഐസക് ന്യൂസ് 18നോട് പറഞ്ഞു. പി രാജീവ്, തോമസ് ഐസക്, AC മൊയ്തീൻ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രി, അങ്ങനെ വലിയൊരു CPM-ന് വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കളിലേക്കും അവരോട് ബന്ധപ്പെട്ട ആളുകളിലേക്കാണ് ഈ കേന്ദ്ര സംരക്ഷണം നോക്കാന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ വേട്ടയാടുകയാണ്. ഇപ്പം ഞങ്ങൾ മാത്രം എന്താ, രാഹുൽ ഗാന്ധി ഇല്ലേ, സോണിയാഗാന്ധി ഇല്ലേ, ഇവരൊക്കെ ഉണ്ടല്ലോ, കെജ്രിവാൾ, ഇവരൊക്കെ അന്വേഷണം നേരിടുകയല്ലേ. അപ്പോൾ ഇത് പ്രതിപക്ഷത്തിൻ്റെ എതിരെ വേട്ടയാടലാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും BJP ചേർന്നു അതോടെ കേസും തീരും. ഇത് രാഷ്ട്രീയ നാടകമാണ്. അങ്ങനെ CPM ആരെയും കിട്ടാത്തതുകൊണ്ടാണോ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നത്? എന്താ അവരുടെ മനസ്സിലിപ്പൊന്നും ആർക്കറിയാം. പക്ഷേ ഒരു കാര്യമായാലും തെളിയിച്ചിട്ടുണ്ട്, ഇവന്മാരെ പേടിയില്ലെന്നുള്ള കാര്യം. ഇനി വിട്ട് പേടിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവർ വിളിക്കുമ്പോഴൊക്കെ ഒരു ന്യായം ഇല്ലെങ്കിലും ചെന്ന് ഒച്ചാനിച്ച് വെക്കാനൊന്നും കിട്ടൂല. കിഫ്ബി മസാല ബോണ്ട് കേസിൽ EDക്ക് തോമസ് ഐസക്കിന്റെ മറുപടി. മസാല ബോണ്ട് ഇറക്കിയതിൽ തനിക്ക് മാത്രമായി ഉത്തരവാദിത്വമില്ല. മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. തനിക്ക് ധനമന്ത്രി എന്ന ഔദ്യോഗിക ഉത്തരവാദിത്വം മാത്രമാണെന്നും EDക്ക് നൽകിയ മറുപടിയിൽ തോമസ് ഐസക് പറയുന്നു. ഡാനി പോണ്ട് റിപ്പോർട്ടിലേക്ക്. കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ED നൽകിയ രണ്ടാമത്തെ നോട്ടീസിനാണ് തോമസ് ഐസക് മറുപടി നൽകിയിരിക്കുന്നത്. ഈ മറുപടിയിൽ പറയുന്നത് മസാല ബോണ്ട് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് കൂട്ടായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. കിഫ്ബിയിൽ അധ്യക്ഷനായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ അതിന്റെ ബോർഡ് അംഗങ്ങളായിട്ട് 15ലധികം പേരുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഉണ്ടാകുന്ന ഒരു കൂട്ടായ തീരുമാനം ആണ് ഈ കിഫ്ബിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ധനകാര്യമന്ത്രി എന്ന രീതിയിലാണ് താൻ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് സാങ്കേതികമായ ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് തോമസ് ഐസക് EDക്ക് മറുപടി നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ തോമസ് ഐസക്കിന്റെ മറുപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തോമസ് ഐസക് മറുപടി നൽകിയതിലൂടെ തന്നെ മുഖ്യമന്ത്രി അടക്കം ഈ വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണെന്ന രാഷ്ട്രീയപരമായിട്ട് വിമർശനം ഉയരുന്നുണ്ട്. ഒപ്പം തോമസ് ഐസക് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നു. ഇത് തന്റെ വ്യക്തിപരമായ തീരുമാനം അല്ല ഇതെന്ന് പറയുന്നു. കിഫ്ബി സംബന്ധിയായ കൂട്ടായ തീരുമാനങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ധനമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ വൈസ് ചെയർമാനായിരിക്കുന്നത്, മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ലേ അതിൻ്റെ ചെയർമാനായിരിക്കുന്നത്. അത് എക്സ് ഒഫീഷ്യോ സ്ഥാനമാണ്. തീരുമാനങ്ങളൊന്നും വ്യക്തിപരമായി എടുക്കുന്നതല്ല. അതിൻ്റെ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടായിട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിൻ്റെ എല്ലാ രേഖകളും നൽകിക്കഴിഞ്ഞു. പിന്നെ അപ്പുറം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത്. അത് ഇലക്ഷൻ എടുക്കുന്നതോറും മോഡിജിക്ക് പണ്ടില്ലാത്തൊരു പേടിയുണ്ട്. അപ്പം അതുകൊണ്ട് എങ്ങനെയൊക്കെ മനുഷ്യന്മാരെ തറടിക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ED എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നുണ്ട്. തോമസ് ഐസക് നൽകിയ മറുപടി വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഒപ്പം ഈ വിവാദം സംബന്ധിച്ച ഈ മസാല ബോണ്ട് സംബന്ധിച്ച EDക്ക് മുന്നിലേക്ക് എത്തില്ല എന്ന് തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ എന്താണ് ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് എന്ന് ED വ്യക്തമാക്കണം ആദ്യമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. ഇതിൽ രണ്ടാമത് നൽകിയ നോട്ടീസിന് മറുപടി നൽകുമ്പോൾ തോമസ് ഐസക് EDക്ക് മുന്നിലേക്ക് എത്തില്ല എന്ന് EDയും അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതിയിലടക്കം ഒരു വിശദീകരണം നൽകിക്കൊണ്ട് ഈ വിഷയത്തിൽ മസാല ബോണ്ട് സംബന്ധിയായ കാര്യങ്ങളിൽ ഉള്ള തെളിവുകൾ, വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് കോടതി വഴി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം ED നിയമപരമായി നടത്തുന്നുണ്ട് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് യോജിക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. പി ചിദംബരം, സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിനോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്തി. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കാത്തത് ദുഃഖകരമാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സമീപനമാണ് കേരളത്തിൽ കോൺഗ്രസ് കാണിക്കുന്നതെന്നും KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന് പുറത്ത് കോൺഗ്രസ് പാർട്ടി അടക്കം
കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായ അതിശക്തമായ നിലപാട് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിനകത്തൊക്കെ യോജിച്ച് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിൽ നിൽക്കണമെന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ, ഞാൻ പറഞ്ഞ കർണാടകത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ 10-15 പ്രാവശ്യം ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ചിദംബരം അടക്കമുള്ള ആളുകൾ പറയുന്നു. കേരളത്തിന് പുറത്ത് അവർക്ക് ഈ സ്റ്റാൻഡെല്ലാം ഉണ്ട്. കേരളത്തിനകത്ത് വന്നാൽ ഈ ഒരു സ്റ്റാൻഡില്ല. സാധാരണക്കാരുടെ ജീവിതവും വരുമാനവും തൊഴിലുമൊക്കെ ബാധിക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ജനവിരുദ്ധമായ നിലപാടെടുക്കുന്ന BJP ഗവൺമെന്റിനെ സഹായിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാക്കുന്നത്. പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം എന്നുള്ളത് അവർ മനസ്സിലാക്കണം. പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന പണിമുടക്ക് കാര്യമുള്ള കാര്യത്തിനാണോ എന്ന് ആലോചിക്കണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേന്ദ്രത്തിനെതിരായിട്ടാണ് സമരം ചെയ്യേണ്ടത്. BJPയും കോൺഗ്രസും ചേർന്ന് നടത്തുന്ന സമരം ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം കൂടുകയും ചെയ്യുന്ന സമീപനമാണ്. ഡയസ് നോൺ സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രഖ്യാപിക്കുന്നതാണെന്നും അതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. നാളെ നടക്കുന്ന സമരം തീർച്ചയായിട്ടും ആ സമരം ഇപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള കാരണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. കേന്ദ്രം തരണ്ട ഈ കാര്യത്തെ സംബന്ധിച്ച് സമീപനമെടുത്ത് കേന്ദ്രത്തിനെതിരായി ഒരുമിച്ച് കേന്ദ്രത്തിന്റെ നിലപാട് തിരുത്തി ഈ പണം നമുക്ക് തരണമെന്ന് പറഞ്ഞ് ഒരുമിച്ചിരിക്കണം. കാരണം ഇതെല്ലാം കൃത്യമായി കണക്കുള്ളതാണല്ലോ. ആ പണിമുടക്കൊണ്ട് വെറും രാഷ്ട്രീയമായ കാര്യമാണ് ചെയ്യാൻ പറ്റുക. ആരൊക്കെ ചേർന്ന BJP ഉണ്ട്. വേട്ടക്കാരന് ഒപ്പം വേട്ടമൃഗത്തിനൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്ന് പറയുന്ന പോലെയാ. അവിടെ ഇത് കൊടുക്കാതിരിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് ഇവിടെ സമരം ചെയ്യുക. സാധാരണഗതിയിൽ ഏത് സമരത്തിനു മുമ്പ് ഗവൺമെന്റിന് നിങ്ങളെല്ലാവരും സമരം ചെയ്യൂ എന്ന് പറഞ്ഞല്ലോ ഓർഡർ ഇറക്കുന്നത്. സമരം ചെയ്യുന്നതിന് നമ്മുടെ നിയമം അനുസരിച്ചിട്ട്, കേരളത്തിന്റെ സർക്കാർ നിയമം അനുസരിച്ച് ആര് സമരം ചെയ്താലും ആ സമരത്തിന് മുമ്പുള്ള ഉത്തരവെന്ന് പറഞ്ഞാൽ അതൊരു മാനദണ്ഡം. അത് ഭരണകക്ഷി പ്രതിപക്ഷമൊന്നും നോക്കിയല്ല, പണിമുടക്ക് പോലുള്ള കാര്യങ്ങളിൽ. മാത്യു കുഴൽനാടൻ MLA റവന്യൂ ഭൂമി കയ്യേറിയാണ് റിസോർട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്ന് റവന്യൂ റിപ്പോർട്ട്. ഉടുമ്പൻചോല തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 1/2 ഏക്കർ റവന്യൂ ഭൂമി കയ്യേറിയതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രിൻസ് ജെയിംസ് ചേരുന്ന വിവരങ്ങളുമായി. പ്രിൻസ്, ഈ റിപ്പോർട്ടിന് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എൽദോ, കഴിഞ്ഞ ദിവസം ചിന്നക്കനാലിലെ ഭൂവിഷയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടന്റെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് 50 സെന്റ് ഭൂമിയിൽ കയ്യേറ്റം നടന്നതായി വിജിലൻസ് വ്യക്തമാക്കിയത്. ഇത് സ്ഥിരീകരിക്കുന്നതിനായി വിജിലൻസ് റവന്യൂ വകുപ്പിനെ സമീപിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് റവന്യൂ വകുപ്പ് ഈ ഭൂമിയിൽ സർവേ നടത്തുകയും ഇപ്പോൾ നിലവിൽ 50 സെന്റ് ഭൂമി കയ്യേറ്റം നടന്നതായുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടുമ്പൻചോല എല്ലാ തഹസിൽദാരുകളും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറിയിരിക്കുന്നത്. കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ഇത് സംബന്ധിച്ചുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് കരുതുന്നത്. അതായത് 3 ആധാരങ്ങളിലായി 1 ഏക്കർ 21 സെന്റ് സ്ഥലം വാങ്ങിയെന്നാണ് ഉണ്ടെന്നാണ് മാത്യു കുഴൽനാടൻ മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഇതിലധികമായി ആകെ 50 സെന്റ് ഭൂമി കൂടി, അതായത് 50 സെന്റ് സർക്കാർ ഭൂമി കൂടി കയ്യേറ്റം നടന്നിട്ടുള്ളതായാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എല്ലാ തഹസിൽദാർ ഇടുക്കി കളക്ടർ കൈമാറിയിട്ടുണ്ട്. ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. 1/2 ഏക്കർ ഭൂമി റവന്യൂ ഭൂമി കയ്യേറി എന്നുള്ളതാണ് തഹസിൽദാരുടെ റിപ്പോർട്ട്. മാസപ്പടി ഇടപാടിൽ ഹൈക്കോടതിയിൽ ഉപഹർജി നൽകി ജനപക്ഷം പാർട്ടി നേതാവ് ഷോൺ ജോർജ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്ന് ഷോണിന്റെ ഹർജിയിൽ പറയുന്നു. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, എന്തൊക്കെയാണ് ഷോണിന്റെ ഈ ഹർജിയിലുള്ളത്? എൽദോ, മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയും CMRലും തമ്മിലുള്ള മാസപ്പടി വിവാദത്തിലാണ് ഉപഹർജിയുമായി ഇപ്പോൾ ഷോൺ ജോർജ് എത്തിയിരിക്കുന്നത്. ഹർജി ഇന്ന് പരിഗണിക്കുകയും ചെയ്തു. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം പ്രഖ്യാപിച്ച അന്വേഷണത്തിനെതിരെയാണ് ഷോണിന്റെ ഹർജി. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നാണ് ഷോണിന്റെ ഹർജിയിൽ പ്രധാനമായും പറയുന്നത്. വീണയുടെ കമ്പനി ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി കൈപ്പറ്റിയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 3-അംഗ സമിതിയെ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടിരുന്നത്. എന്തായാലും ഇത് അന്വേഷിച്ച് ഇതിന്റെ റിപ്പോർട്ട് കൈമാറണമെന്നായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ആവശ്യം. 210 വകുപ്പ് പ്രകാരമായിരുന്നു ഇതിന്റെ അന്വേഷണം. എന്നാൽ ഷോൺ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ വകുപ്പ് പ്രകാരമുള്ള അന്വേഷണം ഗൗരവതരമായിട്ടുള്ള ഒരു അന്വേഷണമായിരിക്കില്ല. അതുകൊണ്ടാണ് മറ്റൊരു അന്വേഷണം കൂടി വേണമെന്ന ഒരാവശ്യവുമായി ഷോൺ ജോർജ് എത്തിയിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ
ഓഫീസിലെ അന്വേഷണമാണ് ഇതിൽ പ്രധാനപ്പെട്ടതായും വേണ്ടതെന്നാണ് ഷോണിന്റെ ആവശ്യം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചാൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്കും അന്വേഷണത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് കണ്ടെത്തുമെന്നാണ് ഷോൺ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ നിലവിലെ അന്വേഷണത്തിൽ യാതൊരുവിധ തടസ്സമുണ്ടാകില്ല എന്നും ഷോൺ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ സ്ഥിതി എവിടെ എത്തിയെന്ന് കോടതി ഇന്ന് ചോദിച്ചു. ഇതിന്റെ രേഖകൾ, അന്വേഷണം എവിടെ വരെ എത്തിയെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ ഹാജരാക്കുവാനും കേന്ദ്രത്തിനോട് ഇന്ന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഹർജി വീണ്ടും നാളെ പരിഗണിക്കുകയും ചെയ്യും. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര കമ്പനി കാര്യാലയ മന്ത്രാലയത്തിനും ഷോൺ ജോർജ് ഹർജി നൽകിയിട്ടുണ്ട്. ശരി, നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ദർശനത്തിന് വൻ തിരക്കാണ്. രാവിലെ 7:30 മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിൽ വലിയ ഭക്തജന തിരക്കാണ്. നമ്മൾ ഇന്നറിയാം, നമ്മുടെ ഇന്ന് ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് 23 23 മുതലാണ് പൊതുജനങ്ങൾക്കുള്ള ദർശനത്തിനുള്ള സൗകര്യം അയോധ്യയിലുള്ളത്. ഇന്നലെയൊക്കെ നമുക്കറിയാം, പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ VVIPകളായി ക്ഷണിക്കപ്പെട്ട അതിഥികളായുള്ള 8000-ഓളം പേർക്ക് മാത്രമായിരുന്നു ക്ഷണം. അവരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കുറച്ച് ആളുകൾക്ക് ദർശനത്തിനുള്ള സമയം കിട്ടി. അവരെയൊക്കെ പ്രത്യേക പരിഗണന ഉള്ള മാധ്യമപ്രവർത്തകര്, ഒപ്പം മറ്റ് മേഖലകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ എത്തി ദർശനം നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ഇന്നാണ് യഥാർത്ഥത്തിൽ യാതൊരു തടസ്സവുമില്ലാതെ, യാതൊരു പരിഗണനയുമില്ലാതെ, VIP എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സാധാരണക്കാർക്കും ദർശനം തുടങ്ങാനുള്ള ദിവസം ഇന്നാണ്. ഇന്ന് ഈ ദർശനത്തിനുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എത്ര പേരാണെന്നറിയാമോ? അതായത് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ വലിയൊരു പ്രവാഹം ഇങ്ങോട്ടേക്കുണ്ട്. നേപ്പാൾ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ദിവസങ്ങളായി ഇവിടെ താമസിച്ച് 23-ന് പുതിയ രാംലല്ലയെ കണ്ടു മടങ്ങണം. അതായത് നേരത്തെ നമുക്കറിയാം, താൽക്കാലിക ക്ഷേത്രത്തിലായിരുന്നു പ്രതിഷ്ഠ. അതിനുശേഷം ഈ പെർമനന്റ് സ്ട്രക്ചറിലേക്ക് മാറിയത് ഇന്നലെ മുതലാണ്. അതിന്റെ പ്രാൺ പ്രതിഷ്ഠ പോലെയുള്ള വളരെ പ്രൗഢഗംഭീരമായ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഇന്ന് ഈ പുതിയ വിഗ്രഹത്തെ കാണാനും പുതിയ രാംലല്ലയെ കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ എത്തുന്നവരുടെ എണ്ണമാണ് ഈ പറഞ്ഞത്. ഇതൊരു വലിയ സംഖ്യയാണ്. വലിയ സംഖ്യ എന്ന് വെച്ചാൽ ക്ഷേത്ര ട്രസ്റ്റ് പോലും പ്രതീക്ഷിക്കുന്നത് 100,000-ഓളം ആളുകളെങ്കിലും ഒരു ദിവസം വന്നു പോകും. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നവർ അറിയിച്ചിട്ടുണ്ട്. അവർക്കുള്ള പ്രസാദം വേണം, ക്യൂ നിന്ന് അവരെ അകത്ത് കയറ്റാനുള്ള സംവിധാനം വേണം. ഈ മൊബൈൽ അടക്കമുള്ള യാതൊരു കാര്യങ്ങളും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. മൊബൈല്, പേഴ്സ് തുടങ്ങിയ സംവിധാനങ്ങൾക്ക് വലിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുപോലെ താക്കോലുകൾ, ഈ റിമോട്ടുള്ള താക്കോലുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട്. അങ്ങനെ ഈ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് അയോധ്യ ക്ഷേത്രം ഉള്ളത് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അയോധ്യ നഗരവും അതിനനുസരിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ടൗൺഷിപ്പായി, വലിയൊരു ടൗൺഷിപ്പായി, 1000-ഓളം ഏക്കറിൽ വലിയൊരു ടൗൺഷിപ്പായി അയോധ്യയെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അയോധ്യ ഡെവലപ്മെന്റ് സൊസൈറ്റി നടത്തുന്നത് എന്നുള്ളതാണ്. അതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം ഈ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ വലിയ ഹോട്ടലുകളുടെ ഒരു ശൃംഖല ഇവിടെ വരുന്നു. 100-ഓളം ഹോട്ടലുകൾ ഇവിടെ നിർമ്മാണം ആരംഭിക്കുന്നു. ഭക്ഷ്യശാലകൾ നിർമ്മാണം ആരംഭിക്കുന്നു. ഒപ്പം ഈ മറ്റ് സംവിധാനങ്ങൾ, ഈ ഭക്തർക്ക് വന്നു പോകുന്ന ഭക്തർക്ക്, ഈ ചെറിയൊരു നഗരമാണിത്, ഇവിടെ വന്നു പോകുന്ന ഭക്തർക്കുള്ള എല്ലാ അടിസ്ഥാന സൗകര്യ വികസനവും ഒരുക്കണം. അങ്ങനെ വലിയ വെല്ലുവിളിയാണ് അയോധ്യ ഏറ്റെടുത്തിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടക നഗരമായി അയോധ്യ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്ഷേത്ര നഗരമായി അയോധ്യ മാറും. അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കേണ്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പൊ അതിനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ അതോറിറ്റികളെല്ലാം. കാരണം വന്നിരിക്കുന്ന ആളുകളൊക്കെ ഈ പരമാവധി സുഗമമായി ദർശനം നടത്തി മടങ്ങുക എന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞ ഭിന്ന സൗഹൃദമാണ്. ഇത്തരം വീൽ ചെയറുകൾ കൂടി ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ്. തീർത്ഥാടകർക്ക് ഇത്തരം വീൽ ചെയറുകൾ കൂടി ലഭ്യമാണ്. അത്തരത്തിലുള്ള സംവിധാനങ്ങളുമൊക്കെ ഇവിടെ ഈ ഓട്ടോകൾ ഒരുക്കിയിട്ടുണ്ട്. അകത്തേക്ക് പോകാനുള്ള പ്രത്യേക സംവിധാനങ്ങളായി ഈ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക്. അങ്ങനെ എല്ലാ തലത്തിലുമുള്ള സംവിധാനങ്ങളോടുകൂടിയാണ് ഇപ്പോൾ അയോധ്യ ഒരുങ്ങുന്നത്. എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ തീർത്ഥാടകർ, ലക്ഷോപലക്ഷം തീർത്ഥാടകരുടെ വരവാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ സംഖ്യയായി തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അയോധ്യ ഒരു വലിയ
ക്ഷേത്ര നഗരമായി മാറുന്ന സാഹചര്യമുണ്ട്. പ്രൗഢഗംഭീരമായ ചടങ്ങുകൾക്കൊടുവിൽ വരുന്ന ദിവസങ്ങളിലുമൊക്കെ നിരവധി ആളുകളെ ഇങ്ങോട്ടേക്ക്, ലക്ഷക്കണക്കിന് ഭക്തരെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമചന്ദ്രൻ, അയോധ്യ. അയോധ്യയിൽ രാമക്ഷേത്രം വിശ്വാസികൾക്ക് സ്വന്തമായപ്പോൾ അതിനായി അക്ഷീണം പ്രയത്നിച്ച ഒരാളുണ്ട്. IAS ഓഫീസറും പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ നൃപേന്ദ്ര മിശ്ര. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിനായി നിയോഗിക്കപ്പെട്ടതു മുതൽ അയോധ്യയിൽ താമസിച്ച് എല്ലാവരെയും ഏകോപിപ്പിച്ച് നടത്തിയ നൃപേന്ദ്ര മിശ്രയുടെ ശ്രമങ്ങൾ കൂടിയാണ് ഫലം കണ്ടത്. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി സ്വപ്ന സാഫല്യം നേടിയ നിമിഷത്തിൽ അഭിമാനത്തിന്റെ ഉയരത്തിലെത്തിയ ഒരു പ്രമുഖ വ്യക്തിയുണ്ട്. അത് നൃപേന്ദ്ര മിശ്രയാണ്. രാം ടെമ്പിൾ കൺസ്ട്രക്ഷൻ കമ്മിറ്റിക്ക് 2020 മുതൽ നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്. മുൻ IAS ഓഫീസറും പ്രധാനമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമാണ് നൃപേന്ദ്ര മിശ്ര. ചരിത്രം കുറിച്ച ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച നാളുകളാണ് അദ്ദേഹത്തിന്റെ സമീപകാല ചരിത്രം. 2020 ഫെബ്രുവരി 20-നാണ് അയോധ്യ രാമക്ഷേത്രം നൃപേന്ദ്ര മിശ്രയുടെ ജീവിതത്തിന്റെ ഭാഗമായത്. രാമക്ഷേത്ര നിർമ്മാണ സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തും മുൻപ് സിവിൽ സർവീസിൽ നടത്തിയ ഇടപെടലുകളാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. 2014 മുതൽ 2019 വരെയാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചത്. ഹാർവാർഡിലെ ജോൺ എഫ് കെന്നഡി സർവകലാശാലയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മാസ്റ്റർ ബിരുദം നേടിയിട്ടുണ്ട് അദ്ദേഹം. അലഹാബാദ് സർവകലാശാലയിൽ നിന്ന് കെമിസ്ട്രിയിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. കോളേജ് അധ്യാപകനാകണമെന്നായിരുന്നു ആഗ്രഹം. അലഹാബാദ് സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്ത് ഒരു അധ്യാപകനാണ് വഴി സിവിൽ സർവീസിലേക്ക് തിരിച്ചുവിട്ടത്. 1967 ബാച്ചിൽ അദ്ദേഹം സിവിൽ സർവീസിന്റെ ഭാഗമായി. ഡൽഹിയിലേക്ക് എത്തും മുൻപ് ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിന്റെയും കല്യാൺ സിംഗിന്റെയും പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. ഏറെ വിവാദങ്ങളിലും ഉയർന്നുകേട്ട പേരാണ് നൃപേന്ദ്ര മിശ്രയുടേതെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിലൊന്ന് നൃപേന്ദ്ര മിശ്ര CIA ഏജന്റാണെന്നുയർന്ന ആരോപണമായിരുന്നു. മുലായം സിംഗിൽ നിന്ന് കല്യാൺ സിംഗിലേക്ക് ഉത്തർപ്രദേശ് ഭരണം മാറിയ 1991 കാലത്തായിരുന്നു അത്. മുലായത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന നൃപേന്ദ്രയെ അതേ സ്ഥാനത്ത് തുടരാൻ കല്യാൺ സിംഗും അനുവദിക്കുകയായിരുന്നു. ഇത് BJPക്കുള്ളിൽ പോലും വലിയ എതിർപ്പാണ് ഉയർത്തിയത്. പിന്നീട് മിശ്രയെ ഗ്രേറ്റർ നോയിഡ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിക്കപ്പെട്ടു. രാഷ്ട്രീയ ഭേദമില്ലാതെ ഇടപെടുന്ന ഓഫീസർ എന്നതായിരുന്നു നൃപേന്ദ്ര മിശ്രയെ എന്നും വ്യത്യസ്തനാക്കിയത്. ഗ്രേറ്റർ നോയിഡ അതോറിറ്റിയിൽ നിന്ന് അദ്ദേഹം എത്തിയത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്താണ്. 3 വർഷം ഈ പദവിയിൽ തുടർന്നു. ഇക്കാലത്ത് പത്രങ്ങളിൽ ഒപ്പീനിയൻ പീസുകൾ എഴുതി തുടങ്ങിയതോടുകൂടിയാണ് നൃപേന്ദ്ര കൂടുതൽ ശ്രദ്ധേയനായത്. കൃത്യമായ അവലോകനങ്ങളും നിരീക്ഷണങ്ങളുമായിരുന്നു അവയെല്ലാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് വിവിധ വിഷയങ്ങളിൽ എഴുതിയ ഒപ്പീനിയൻ പീസുകൾ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് മിശ്രയെ കൊണ്ടുവന്നു. 2014 മെയ് 27 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ദിവസം നൃപേന്ദ്ര മിശ്രയുടെ ജീവിതത്തിലും വലിയൊരു വഴിത്തിരിവായിരുന്നു അത്. അന്ന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹം ചുമതലയേറ്റു. പ്രധാനമന്ത്രിയുടെ വിശാലമായ കാഴ്ചപ്പാടുകൾ അതേപടി മനസ്സിലാക്കാനും നടപ്പാക്കാനുമുള്ള കഴിവായിരുന്നു നൃപേന്ദ്ര മിശ്രയുടെ കരുത്ത്. ഒപ്പം ഏത് വിഷയത്തിലുമുള്ള പ്രശ്നപരിഹാര ചാതുര്യം നൃപേന്ദ്രയെ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഓഫീസറാക്കി മാറ്റി. എല്ലാ വിഷയങ്ങളിലും തന്നെ താഴേക്കിടയിലേക്ക് തന്റെ കാഴ്ചപ്പാടുകൾ എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാലത്ത് ചുമതലപ്പെടുത്തിയിരുന്നത് നൃപേന്ദ്ര മിശ്രയെ മാത്രമായിരുന്നു എന്നതും വലിയൊരു സവിശേഷതയാണ്. 2020 പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയ ശേഷമാണ് രാം മന്ദിർ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയിലേക്ക് നൃപേന്ദ്ര എത്തുന്നത്. ഇതിനിടയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി സൊസൈറ്റിയുടെ ചെയർമാനുമായി, തൊട്ടുപിന്നാലെ അയോധ്യ രാം മന്ദിർ കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി നിയോഗിക്കപ്പെട്ടു. ഇങ്ങനെയൊരു പദവിയിലേക്ക് നിയോഗിക്കാൻ പ്രധാനമന്ത്രിക്ക് രണ്ടാമതൊരു ആലോചന വേണ്ടി വന്നിരിക്കില്ല. നിലപാടുകളിലെയും കാഴ്ചപ്പാടുകളിലെയും സുതാര്യതയും തീരുമാനമെടുക്കുന്നതിലെ കൃത്യതയും മിശ്രയെപ്പോലെ മറ്റൊരാൾക്കില്ലെന്നാണ് മിശ്രയുടെ സഹപ്രവർത്തകർ പോലും ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി മനസ്സിൽ കാണുന്നത് മിശ്ര നടത്തിക്കാണിക്കുമെന്ന ഒരു പറച്ചിൽ പോലും IASകാരുടെ ഇടയിലുണ്ടായിരുന്നു അത്രേ. രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഒരേ ഒരു വ്യവസ്ഥ മാത്രമാണ് നൃപേന്ദ്ര മിശ്രയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെച്ചത്. ക്ഷേത്രം കുറഞ്ഞത് 1000 വർഷമെങ്കിലും നിലനിൽക്കണം. തുടർന്ന് ഇന്നോളം അദ്ദേഹത്തിന് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു. കരാറുകാരുമായും നിർമ്മാണ കമ്പനികളുമായും നിരന്തരമായ ഏകോപനം. ടാറ്റ കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു കൺസൾട്ടന്റ്, CB സോംപുര ആർക്കിടെക്റ്റും.
ഓരോ നിമിഷവും കൃത്യമായി വിലയിരുത്തി വീഴ്ചകളില്ലാത്ത ഏകോപനം നടത്തിയാണ് ഇന്നോളം അദ്ദേഹം പ്രവർത്തിച്ചത്. ലോകത്താകമാനം ലക്ഷക്കണക്കിന് പേരുടെ സ്വപ്നമാണ് രാമജന്മഭൂമിയിൽ ക്ഷേത്രമെന്നത്. അതുകൊണ്ട് തന്നെ ആരും നിരാശരാകരുത് എന്ന നിർബന്ധം മിശ്രയ്ക്കുമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി താമസം പോലും അദ്ദേഹം അയോധ്യയിലേക്ക് മാറ്റിയിരുന്നു. ക്ഷേത്രം നിർമ്മിച്ച ആധ്യാത്മിക നിയോഗമുള്ള ആളെന്ന രീതിയിൽ ഒരിക്കലും സ്വയം അദ്ദേഹം കൽപ്പിച്ചിരുന്നില്ല. ദേശീയ പ്രാധാന്യം കണക്കിലെടുത്തായിരുന്നു പ്രവർത്തനം അത്രയും. രാജ്യത്തിന് എല്ലാ കാലത്തേക്കുമുള്ള അമൂല്യ സ്വത്താണ് രാമക്ഷേത്രമെന്നാണ് നിർമ്മാണഘട്ടത്തിൽ എല്ലാം നൃപേന്ദ്ര മിശ്ര പറഞ്ഞത്. വിവാദങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം വ്യക്തിപരമായ നിലപാടുകളേക്കാൾ ദേശീയ താൽപര്യത്തിന് അതീവ പ്രാധാന്യം നൽകിയാണ് നൃപേന്ദ്ര മിശ്ര ഭാരതത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. എന്നെന്നും രാജ്യമോർക്കുന്ന സമാനതകളില്ലാത്ത ഓഫീസറായിട്ടായിരിക്കും നൃപേന്ദ്ര മിശ്രയെ അടയാളപ്പെടുത്തുക. ഇപ്പോൾ ശശി തരൂർ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. അല്ല, ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ അറിയണ്ടാവില്ലായിരിക്കും. പക്ഷെ 1992 ഞാൻ സംസാരിച്ച് ചെയ്തതിനെ എതിരിച്ച് അതിനെ കണ്ടം ചെയ്ത് പ്രഭാഷണം ചെയ്ത് ആർട്ടിക്കിൾ എഴുതി ലോകം മുഴുവൻ എഴുതിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ഒന്നും ഒളിക്കാൻ ആവശ്യമില്ല. ഞാൻ സ്പഷ്ടമായി നിന്നു, ഇത് ചെയ്തത് തെറ്റായിരുന്നു പറഞ്ഞു. ഞാൻ 2 വർഷം മുമ്പ് കൂടി ഞാൻ പറഞ്ഞു, പല ഹിന്ദുക്കൾക്കും ഒരു ആഗ്രഹമാണ് രാം ജനിച്ച സ്ഥലത്തിലൊരു ക്ഷേത്രം കാണുന്നെന്ന്. പക്ഷേ അതിന് ഒരു മസ്ജിദിനെ പൊളിക്കേണ്ടത് ഒരു നല്ല കാര്യമല്ല. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരേ സമയത്ത് ചിലരുടെ അഭിപ്രായമായിരുന്നു, അഥവാ മുസ്ലിം സമുദായം ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അവരെന്നെ ഈ മസ്ജിദിനെ അന്തസ്സോടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് ആക്കിയാൽ എല്ലാവരും സന്തോഷപ്പെട്ടിട്ടുണ്ടാവും ചോദിച്ചാൽ പല ഹിന്ദുക്കളും അത് സ്വീകരിച്ചിട്ടുണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ ഒരു രാം ജന്മഭൂമി ക്ഷേത്രം കെട്ടുന്ന വിവാദം സുപ്രീം കോടതി തീരുമാനം എടുക്കുന്നവരെ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി തീരുമാനിച്ച ശേഷം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങളുടെ മുമ്പെടുത്ത നിലപാടിനെ പറയാനുള്ള അവകാശം നഷ്ടം ആയിപ്പോയി. അതിന്റെ അർത്ഥം ഒരു രാജ്യത്തിൽ പല വിഷയങ്ങളും തർക്കമുണ്ടാവാം. പക്ഷെ ഒരു ജുഡീഷ്യൽ വിഷയം, ഒരു ലീഗൽ വിഷയം വരുമ്പോൾ അവസാനത്തിൽ തീരുമാനം എടുക്കുന്നത് കോടതിയിലാണ്. ഈ കോടതി ഓരോരോ ലെവലിൽ കയറി അവസാനത്തെ സുപ്രീം കോടതി എത്തി. ആ സുപ്രീം കോടതിയാണ് തീരുമാനമെടുത്തത്. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ അറിഞ്ഞുവല്ലോ, നമ്മൾ എല്ലാവരും പറഞ്ഞു ഇതാണ് തീരുമാനമാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഇനി പഴയ വിവാദങ്ങളെ വീണ്ടും തുറന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് കോൺഗ്രസ്സുകാരനും ഇതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങൾ പറഞ്ഞു സുപ്രീം കോടതി തീരുമാനം വന്ന് ഇനി ക്ഷേത്രം വരും. ഒരേ സമയത്ത് ഒരു മസ്ജിദും സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടായിരുന്നു, അതും കെട്ടണം. ഐഡിയലി രണ്ടും ഒരേ പേസ് നന്നായി വരായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. അത് പിന്നെ ഒരു ദിവസം വരുമ്പോൾ അതിനെയും നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിക്കണം. അവിടെയും ഒരു പുതിയൊരു മസ്ജിദ് വരട്ടെ. അതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതിന്റെ പിന്നെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. അവര് അതിന്റെ കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഈ സുപ്രീം കോടതി തീരുമാന പ്രകാരം ഈ ക്ഷേത്രം കെട്ടി ഈ ക്ഷേത്രത്തിൽ ഒരു ചടങ്ങിനെ ഒരു രാഷ്ട്രീയ രീതിയിൽ കൊണ്ടുവന്നതും ഒരു സെലിബ്രിറ്റി ഗ്യാതറിംഗ് ആക്കിയതിനൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാറി നിന്നു. സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ മതേതര മനസ്സിനെ ഒറ്റിക്കൊടുത്ത ആൾ ശശി തരൂർ എന്നുള്ള വിമർശനം മന്ത്രിമാരുടെ ഭാഗത്തന്നെ വരുന്നത്. തിരുവനന്തപുരത്തിന് മന്ത്രിയായിട്ടുള്ള GR അനിൽ പോയി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് തിരുവനന്തപുരത്തിന്റെ മതേതര മനസ്സിനെ ഒറ്റിക്കൊടുത്ത ആളാണ് തരൂർ. അപ്പൊ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള വിമർശനം പോലും ഈ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതല്ലേ മറുപടി നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നേരിട്ട് പറയാം. 3 തവണ BJPയെ എതിരിച്ച് നിന്ന കേരളത്തിൽ ഏക ഒരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് ഞാനാണ്. എന്റെ അർത്ഥം 2 തവണ സെക്കൻഡായി BJP വന്ന ലോക്സഭാ മണ്ഡലം എന്റെയാണ്. അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ആർക്കും അപ്പോളജി ചെയ്യാൻ ആവശ്യമില്ല. ഞാൻ മതേതരത്തിന്റെ ഒരു വോയിസാണ്. ഞാൻ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്, പ്രഭാഷണം ചെയ്തിട്ടുണ്ട്, പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഏത് വിഷയത്തിലാണ് എന്റെ കുറവ് കണ്ടിരിക്കുന്നത്? ഒരു വരിയിൽ ഒരു ട്വീറ്റ് ചെയ്ത ആണോ ഒരു സൈഡിൽ നിങ്ങൾ നോക്കേണ്ടത്? അതോ എന്റെ 1000 കണക്കിന്റെ എഴുത്തും പ്രഭാഷണങ്ങളും ഒക്കെയോ ഈ വിഷയത്തെ കുറിച്ച്? ഇതൊക്കെ അർത്ഥമില്ലാത്ത ആരോപണം, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് അതിന് സീരിയസ് ആയിരിക്കുന്നത്. ഇല്ല, ചിത്രമൊന്നും പിൻവലിച്ചില്ല. നോക്കൂ, ഇന്നലെ ലക്ഷക്കണക്കിന്റെ ഈ ചിത്രം എല്ലാവരുടെയും സാമൂഹ്യ മാധ്യമത്തിൽ പോകണ്ടായി. കാരണം ഇതാണ് ഇന്നലെ ആദ്യം അറിയപ്പെടുത്തിയത്. അപ്പോ ഞാനും ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങള് രാമനെ BJPക്ക് വിട്ടുകൊടുക്കുന്നില്ല. ഈ ക്ഷേത്രത്തെയും അയോധ്യയ്ക്ക് ഒരു BJP ക്ഷേത്രമായിട്ട് അറിയപ്പെടാൻ ഒരു ആവശ്യമില്ല. ഒരു ദിവസം വേറെ
രാഷ്ട്രീയ വിശ്വാസമുള്ളവരും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കും. എന്താ ഈ ക്ഷേത്രം അവരുടെ അല്ലേ? അയോധ്യ അവരുടെ അല്ലേ? എല്ലാ ഹിന്ദുവിനും BJP ജനിക്കുന്ന നൂറ്റാണ്ടുകൾ മുമ്പ് അയോധ്യയുടെ പ്രാധാന്യം അറിയും. ഞങ്ങൾ എന്തിനാണ് ഈ പുതിയ 1980 ജനിച്ച പാർട്ടിക്ക് ഞങ്ങൾ അയോധ്യ വിട്ടുകൊടുക്കേണ്ടത്? നിങ്ങളിതൊക്കെ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴേ ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കണം. അല്ല, അത് ഞാൻ കണ്ടോ, ജനാധിപത്യം നല്ല തന്നെ. അതുപോലെ തന്നെ ഒരു മര്യാദക്കാരൻ SFI-കാരൻ അകത്ത് വന്നിട്ട് മര്യാദയോട് ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തെ മറുപടി കൊടുത്തു. അങ്ങനെയാണ് ജനാധിപത്യം നടക്കേണ്ടത്. ഈ മുദ്രാവാക്യങ്ങൾ നിലപിടിച്ചിട്ട് ഒരു ഡയലോഗ് ഉണ്ടാവില്ല. ഡയലോഗാണ് വേണ്ടത്, സംസാരമാണ് വേണ്ടത്. ഞാൻ വീണ്ടും അവരോട് ചൂണ്ടിക്കാണിക്കണം. അവരൊരു പ്രതിനിധി വന്ന് സംസാരിച്ചു, അത് നന്നായി നടന്നു, ഒരു വിവാദം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചോദ്യം മര്യാദയോടെ വെച്ചു. ഞാൻ എന്റെ മറുപടി അതേ മര്യാദയോടെ കൊടുത്തു. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കട്ടെ ജനാധിപത്യം. ശശി തരൂർ MP മാധ്യമങ്ങളെ കാണുകയായിരുന്നു തിരുവനന്തപുരത്ത്. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. തന്റെ പോസ്റ്റ് തെറ്റിദ്ധരിച്ചതാണെന്ന് ശശി തരൂർ വ്യക്തമാക്കി. രാമനെ ആർക്കും വിട്ടുകൊടുക്കില്ല. BJP ആഗ്രഹിക്കുന്നത് അതായിരിക്കാം. രാമനെ ആരാധിക്കുന്നവരെല്ലാം BJP-ക്കാരല്ല എന്നും ശശി തരൂർ തൊട്ടുമുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ എന്തായാലും എഴുതിയിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ ഒരു വാചകം, സിയാവർ രാമചന്ദ്ര കി ജയ്. ഞാൻ ജയ് ശ്രീറാം എന്ന് പറഞ്ഞില്ല, കാരണം ജയ് ശ്രീറാമിനെ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമായിട്ട് ചിലവർ മാറ്റിയിട്ടുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എളുപ്പത്തിൽ പറയാൻ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് സിയ എന്ന് പറഞ്ഞാൽ സീതയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ഡയലക്റ്റിൽ. അപ്പോൾ സീതയുടെ ഭർത്താവ് രാമിനെ ഞാൻ ജയ് വിളിക്കുന്നു മാത്രമാണ്. ഈ വിഷയത്തിൽ നമ്മളുടെ മതേതര രാജ്യത്തിൽ, നമ്മൾ മതേതര അർത്ഥമല്ല നമ്മൾ എല്ലാവർക്കും മതമില്ലാന്ന്. എല്ലാവർക്കും അവരുടെ മതമുണ്ടാവാൻ അവകാശമുണ്ട്. എല്ലാവരും പരസ്പരം മറ്റേവരുടെ മതത്തെ ബഹുമാനിക്കണം, മറ്റേതും മതവിശ്വാസത്തെ ബഹുമാനിക്കണം. അതാണ് നമ്മളുടെ സെക്യുലറിസമിന്റെ കോൺസെപ്റ്റ് ഭാരതത്തിൽ. ഇറ്റ്സ് മോർ പ്ലൂറലിസം ദൻ സെക്യുലറിസം ഇംഗ്ലീഷ് പറയുകയാണ്. ഹിന്ദിയിലാണെങ്കിൽ ധർമ്മനിരപേക്ഷത, അല്ലാതെ ഒരു പന്ത് നിരപേക്ഷത. അതിനർത്ഥം ഏത് പ്രത്യേക മതത്തിന് വേണ്ടി ഒരു ഫേവറിസം കൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അപ്പം ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയായിട്ട് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ എല്ലാ ദിനവും പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ഞാൻ എന്തിനാണ് ഞാൻ BJP-ക്ക് വിട്ടുകൊടുക്കുന്നത്? എന്റെ ചോദ്യം ഒരു സിമ്പിൾ ചോദ്യമാണ്. അവരുടെ ആഗ്രഹമായിരിക്കും എല്ലാവരും രാം ഭക്തനായ എല്ലാവരും BJP-ക്ക് വോട്ട് കൊടുക്കണമെന്ന്. പക്ഷേ രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ഹിന്ദുവും ഒരു BJP-കാരനാണോ? ഇതാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തിലല്ല. അത് അവരുടെ ആഗ്രഹമായിരിക്കും, പക്ഷെ ഞങ്ങളുടെ അല്ല. തിരുവനന്തപുരം ലോ കോളേജിൽ ശശി തരൂർ MP-ക്കെതിരെ SFI-യുടെ പ്രതിഷേധവുമുണ്ടായി. മറ്റു വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കിടെ സംഘർഷം. യാത്ര കടന്നുപോകുന്ന ഗുവാഹത്തിയിൽ പോലീസും കോൺഗ്രസും ഏറ്റുമുട്ടി. പോലീസിന്റെ ബാരിക്കേഡ് പ്രവർത്തകർ തള്ളിമാറ്റി. പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. യാത്ര ഗുവാഹത്തിയിൽ പ്രവേശിക്കുന്ന ഖാനാപര മേഖലയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുന്നത്. ദുബായിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകുഴിച്ചുമൂടിയ സംഭവത്തിൽ 3 പാകിസ്ഥാനികൾക്കെതിരെ കേസെടുത്തു. പേരൂർക്കട സ്വദേശി അനിൽ വിൻസെന്റിനെയാണ് കൊലപ്പെടുത്തിയത്. ഇദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്നവർ ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കേസ്. VV അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, എന്താണ് സംഭവിച്ചത്? ദുബായിൽ മലയാളിയെ തട്ടിക്കൊണ്ടുപോയി കുഴിച്ചുമൂടിയ സംഭവത്തിൽ 3 പാകിസ്ഥാനികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നതാണ്. പേരൂർക്കട സ്വദേശിയാണ് അനിൽ വിൻസെന്റ് എന്ന വ്യക്തിയാണ് കൊലപ്പെടുത്തിയത്. ജോലി ചെയ്തിരുന്നവരാണ് ഒപ്പം എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. VV അരുൺ ചേരുന്നുണ്ട് വീണ്ടും. അരുൺ, എപ്പോഴായിരുന്നു സംഭവം? ഇത് എങ്ങനെയാണ് കണ്ടെത്തിയത്? എന്തോ ജനുവരി 2-നാണ് അനിൽ വിൻസെന്റിനെ തട്ടിക്കൊണ്ട് ആദ്യം അത് അങ്ങനെ അറിയുന്നില്ല. അദ്ദേഹം സഹോദരൻ പ്രകാശും ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അനിൽ വിൻസെന്റ് അവിടെ PRO ജോലി ചെയ്യുന്നതാണ്. 3 സ്ഥാപനങ്ങളുള്ള കമ്പനിയാണ്, ട്രേഡിംഗ് കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഈ അനിൽ വിൻസെന്റിനെ സഹോദരൻ പ്രകാശ് തന്നെയാണ് പരിശോധനകൾക്കായി ഇൻസ്പെക്ഷനായിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് അയക്കുന്നത്. അവിടെ ഒരു പാകിസ്ഥാൻ സ്വദേശി, ഇവിടെ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ സ്വദേശിക്കൊപ്പമാണ് അനിൽ പോകുന്നത്. പിന്നെ അദ്ദേഹത്തെ കാണാതായി. പിന്നീട് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകും. അവിടുത്തെ നിയമപ്രകാരം 2 ദിവസം
ദിവസം 48 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ മാൻ മിസ്സിങ്ങിന് കേസെടുക്കാൻ കഴിയൂ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മകൻ അവിടെ ദുബായിലെത്തുകയും മാൻ മിസ്സിങ്ങിന് കേസ് കൊടുക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു പ്രതി ആദ്യം കസ്റ്റഡിയിലാകുന്നത്. അത് ഈ സ്ഥാപന ജോലി പാകിസ്ഥാനിയുടെ സുഹൃത്താണ്. ഈ പാകിസ്ഥാനിയും ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ പരാതി കൊടുക്കാനും അന്വേഷണമൊക്കെ ഈ കുടുംബാംഗങ്ങൾക്കും അതുപോലെ ഓഫീസ് ജീവനക്കാർക്കും ഒപ്പം നിന്നയാളാണ്. 7-ാം തീയതി ഇയാളെ കാണാതാകുന്നു. തുടർന്നാണ് ഇവർക്ക് സംശയം ബലപ്പെടുകയും അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഷാർജയിൽ ഒരു സ്ഥലത്ത് ഈ ഇദ്ദേഹത്തെ കൊന്ന് മൃതദേഹം കുഴിച്ചു മൂടിയതായി വിവരം ലഭിക്കുന്നത്. അങ്ങനെ 2 പേർ കസ്റ്റഡിയിലായി. ഈ വാഹനം ഈ മൃതദേഹം കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം ഓടിച്ച അയാളും പാകിസ്ഥാനിയാണ്. അയാൾ അവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു. 2 പേർ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വെളുപ്പിന് അനിലിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഫെറൂഖുള്ള വസതിയിലേക്ക് കൊണ്ടുവന്നു. മുട്ടട പള്ളിയിൽ സംസ്കാരവും പൂർത്തിയായി. നേരത്തെ ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോൾ തന്നെ നിരന്തരം അനിൽ ഈ പാകിസ്ഥാൻ സ്വദേശികളെ ശാസിക്കുമായിരുന്നു, അവരെ ഹറാസ് ചെയ്യുമായിരുന്നു. അതിൻ്റെ വൈരാഗ്യമാണ് കൊലപാതകത്തേക്ക് നയിച്ചതെന്ന മൊഴിയാണ് പ്രതികൾ നൽകിയിട്ടുള്ളത്. 2 പേർ അറസ്റ്റിലുണ്ട്. മറ്റേ ആൾക്ക് വേണ്ടി അന്വേഷണം പുരോഗമിക്കുന്നു. ഇവർ പറഞ്ഞത് തന്നെയാണോ യഥാർത്ഥ കാരണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് കണ്ടെത്തിയതിൻ്റെ ഭാഗമായി അതിൻ്റെ വൈരാഗ്യമാണോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതായാലും അനിലിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. ദുബായിൽ നിന്നും സുഹൃത്തുക്കളടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. ഇത് 36 വർഷമായി ദുബായിൽ ജോലി ചെയ്യുന്ന ആളാണ് അനിൽ. അദ്ദേഹത്തെയാണ് ഈ രീതിയിൽ ക്രൂരമായി കൊലപ്പെടുത്തി ഭൗതിക ശരീരം മൃതദേഹം മറവ് ചെയ്തത്. ശരി, ദുബായിൽ കാണാതായ മലയാളി അനിൽ വിൻസെന്റ് പിന്നീട് കൊലപാതകമാണെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ 3 പാകിസ്ഥാൻ പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാജാസ് കോളേജിലെ ആ സംഘർഷം, അതേ തുടർന്ന് കോളേജ് അടച്ചിട്ടിരുന്നു. ആ കോളേജ് ഉടൻ തുറക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ കോളേജ് തുറക്കുമെന്നുള്ളതാണ് വിവരം. തത്സമയം സെക്രട്ടറിമാരുടെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുന്നതിനും അതിനനുസരിച്ച് ഹോസ്റ്റലിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അസസ് ചെയ്തുകൊണ്ട് അതിലൊരു തീരുമാനമെടുക്കുന്നതിനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും വിദ്യാർത്ഥികൾക്ക് സമാധാനപൂർവ്വമായി പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ അടിയന്തരമായി കോളേജ് തുറന്ന് പ്രവർത്തിക്കണം. കാരണം നമുക്ക് മാർച്ചിൽ വരുന്ന 6ാം സെമസ്റ്റർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസുകൾ തീരാനുണ്ട്, പ്രാക്ടിക്കൽ നടക്കാനുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് കോളേജ് തുറന്ന് പ്രവർത്തിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് അധ്യാപകർക്ക് വിദ്യാർത്ഥികളും ഇന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സമാധാനപരമായി തന്നെ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ അഭ്യർത്ഥനയും ഒപ്പം അധ്യാപകർക്കും എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു തീരുമാനവും തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനെപ്പറ്റി ഇതുവരെയും നമ്മൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. 6 മണിക്ക് തന്നെ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. അത് കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ 6 മണിക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കുന്നതിനും ഇവിടുത്തെ ഡിസിപ്ലിൻ കമ്മിറ്റി കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് എടുത്തുകൊണ്ട് ഇവിടെ ഒരു 6 മണിക്ക് ശേഷം ഉള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒപ്പം തന്നെ PTA-യും രക്ഷകർത്താക്കളുടെയും കൂടി ഇൻവോൾവ്മെൻറ്റിൽ ഇത്തരം ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. അവര് പ്രത്യേകിച്ച് ഇവിടെ അവരുടെ സുരക്ഷ വേണ്ട സമയത്ത് ആവശ്യപ്പെട്ടാൽ നൽകാമെന്നും പോലീസ് സാന്നിധ്യം ഇവിടെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാകും. അല്ല, കേസുകളെല്ലാം അന്വേഷണത്തിന്റെ ഓരോ കോളേജിലെ അന്വേഷണ കമ്മീഷന്റെ പരിധിയിലുള്ള കുറച്ച് കേസുകളുണ്ട്, പോലീസ് അന്വേഷിക്കുന്ന കേസുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ പ്രൊസീജിയറിൽ തന്നെ പോകുന്നതാണ്. കോളേജ് തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം കുറച്ചുകൂടി നന്നായി കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. അതിനുള്ള മറുപടി ഞങ്ങൾ ഈ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ ഇതാണെന്നും അടിയന്തരമായി തന്നെ അത് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ചെയ്യുന്നതാണെന്നും വിദ്യാർത്ഥി സംഘടനകളുടെ ഓഫീസൊന്നും ഇതിനകത്തില്ല. ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഞങ്ങൾ ഓഫീസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കോളേജ് യൂണിയൻ എല്ലാ കോളേജുകളിലും അനുമതിയോടുകൂടിയുള്ള ഒരു യൂണിയൻ ഓഫീസ് മാത്രമാണ്. അത് യൂണിയൻ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ചർച്ചയിൽ കാര്യമായിട്ടൊന്നും ഇവിടെ യൂണിഫോം ഉള്ള ക്യാമ്പസ് അല്ല.
ഇതുവരെയും യൂണിഫോം ഏർപ്പാടാക്കിയിട്ടില്ല. യൂണിഫോമിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ ഇന്നത്തെ മീറ്റിങ്ങിലൊന്നും യൂണിഫോമിനെ പറ്റി യാതൊരുവിധ ചർച്ചകളും വന്നിട്ടില്ല. പിന്നെ മറ്റ് ID കാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പരമാവധി കുട്ടികൾക്ക് ID കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കാനുള്ളവർക്ക് ഉടൻ തന്നെ ഇനി ആർക്കെങ്കിലും, കാരണം കുട്ടികൾ ID കാർഡ് കൊണ്ടുപോയിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് വീണ്ടും ID കാർഡിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യാൻ ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം, പൂർണ്ണമായ സജ്ജമായൊരു സംവിധാനം ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെയാണ് ID കാർഡ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ക്യാമ്പസിനകത്ത്, ക്ലാസ് മുറിക്കകത്ത് പോലീസിനെ വെച്ച് നമുക്ക് ക്ലാസ് എടുക്കില്ല. അത് പോലീസിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും. എറണാകുളം മഹാരാജാസ് കോളേജിൽ നാളെ ക്ലാസുകൾ പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് കോളേജ് അധികൃതർ. സമാധാനമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്തും. വൈകിട്ട് 6 മണിക്ക് ഗേറ്റ് പൂർണ്ണമായും അടയ്ക്കാനും ഒക്കെ തീരുമാനമായിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ കോളേജ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത്. SSLC മോഡൽ പരീക്ഷയ്ക്ക് പണപ്പിരിവ് നടത്താനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് KSU. കോഴിക്കോട് KSU പ്രവർത്തകർ പ്രതീകാത്മക ഭിക്ഷാടന പ്രതിഷേധം സംഘടിപ്പിച്ചു. DD ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ മിഠായി തെരുവ് വരെ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖം മൂടി ധരിച്ച് ഭിക്ഷയെടുത്തു. KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മലപ്പുറത്ത് DD ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. അതേസമയം ഫീസ് ഇളവിന് അർഹതയില്ലാത്ത വിദ്യാർത്ഥികളിൽ നിന്ന് 10 രൂപ വീതം ശേഖരിക്കുന്നുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വിശദീകരണം. മാതൃകാ പരീക്ഷയ്ക്ക് പണം ഈടാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടിക്കെതിരെ KSU മലപ്പുറം ജില്ലാ കമ്മിറ്റി DD ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തുന്തള്ളുമുണ്ടായി. പ്രകടനമായെത്തിയ പ്രവർത്തകരെ ശിക്ഷക് സദൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. 10 രൂപ പിച്ചച്ചട്ടിയിൽ നൽകിക്കൊണ്ട് സമരം KSU ജില്ലാ സെക്രട്ടറി കണ്ണൻ നമ്പ്യാരാണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് DD ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. കാസർഗോഡ് കരിന്തളം കോളേജിലെ വ്യാജരേഖ കേസിൽ SFI മുൻ നേതാവ് K വിദ്യയെ മാത്രം പ്രതി ചേർത്ത് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കരിന്തളം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറർ ജോലി നേടാൻ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകിയെന്നതാണ് SFI മുൻ നേതാവായിരുന്ന K വിദ്യക്കെതിരെയുള്ള കുറ്റം. മഹാരാജാസ് കോളേജിന്റെ പേരിലുള്ള വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി 1 വർഷം കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വിദ്യ ജോലി ചെയ്തിരുന്നു. സംഭവത്തിൽ ജൂൺ 27-നാണ് K വിദ്യയെ നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അധ്യാപക നിയമനത്തിനായി വ്യാജരേഖ നിർമ്മിച്ച് സമർപ്പിച്ചുവെന്നും ഇത്തരത്തിൽ നേടിയ ജോലിയിലൂടെ സർക്കാർ ശമ്പളം കൈപ്പറ്റിയെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കേസിൽ K വിദ്യ മാത്രമാണ് പ്രതി. വ്യാജരേഖ നിർമ്മിക്കാൻ വിദ്യയ്ക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചില്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വ്യാജരേഖ നിർമ്മിക്കൽ, വ്യാജരേഖ സമർപ്പിക്കൽ, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് നീലേശ്വരം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം മൊബൈൽ ഫോണിലാണ് രേഖ ഉണ്ടാക്കിയതെന്നും ഇതിന്റെ ഒറിജിനൽ നശിപ്പിച്ചുവെന്നുള്ള വിദ്യയുടെ മൊഴി അതേപടി ശരിവെക്കുകയാണ് കുറ്റപത്രത്തിലൂടെ പോലീസ്. കേസിൽ അന്വേഷണം പൂർത്തിയായിട്ടും 6 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അട്ടപ്പാടി കോളേജിൽ വ്യാജരേഖ നൽകി ജോലി നേടുവാൻ ശ്രമിച്ച കേസിൽ മണ്ണാർക്കാട് കോടതിയിൽ അഗളി പോലീസ് സമർപ്പിച്ച ചില രേഖകൾ ലഭിക്കാനുള്ള കാലതാമസമുണ്ടായതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്നാണ് നീലേശ്വരം പോലീസ് നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 കാസർഗോഡ്. ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതിൽ വിവാദം. കോട്ടയം പള്ളിക്കത്തോട് KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ
കോളേജിന് പുറത്ത് ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത് സംഘപരിവാർ പ്രവർത്തകർ തടഞ്ഞു. അതേസമയം രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്ന നിലപാടുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി. കേരളത്തിൽ എവിടെയാണെങ്കിലും ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ സഹായം നൽകുമെന്ന് ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സി തോമസ് പ്രഖ്യാപിച്ചു. ഇന്നലെ സംഘർഷത്തെ തുടർന്ന് കോളേജ് ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചിരുന്നു. ദേശീയ ചലച്ചിത്ര അവാർഡും ഫിലിം ക്രിറ്റിക്സ് അവാർഡുമൊക്കെ മികച്ച അന്വേഷണാത്മക ചിത്രത്തിനുള്ള ദേശീയ അംഗീകാരങ്ങൾ പലതും നേടിയെടുത്തുകൊണ്ടാണ് അന്ന് തന്നെ ഈ ഡോക്യുമെന്ററി ശ്രദ്ധേയമാക്കപ്പെട്ടത്. അതായത് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന യുക്തികൾക്കപ്പുറം സത്യസന്ധമായ ചരിത്രത്തിലെ വസ്തുതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രേഖയായി രാം കെ നാം എന്ന ഡോക്യുമെന്ററി നമ്മളുടെ മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ പ്രദർശനത്തെ തടസ്സപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനും സംഘപരിവാരം വ്യാപകമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പരിപ്പ് കേരളത്തിൽ വേകില്ല. ഇവിടെ എവിടെയും, കോട്ടയത്താണെങ്കിലും ശരി, അകലക്കുന്നത്താണെങ്കിലും ശരി, മറ്റേത് കേന്ദ്രത്തിലാണെങ്കിലും ശരി, രാം കെ നാം പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യവും അതിനുള്ള സാവകാശവും പശ്ചാത്തലവും ഒക്കെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ചെയ്തു കൊടുക്കപ്പെടും. ഇന്നലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രചാരകർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അതേ കേന്ദ്രത്തിൽ, KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതേ നിശ്ചയിച്ച കേന്ദ്രത്തിൽ തന്നെ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രാം കെ നാം ആനന്ദ് ഭട്ട്വർദ്ധന്റെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. തടയാനാണ് ഉദ്ദേശമെങ്കിൽ അത് അങ്ങനെ തന്നെ നേരിൽ കാണാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ നിലപാട്. നിയമസഭാ സമ്മേളനം ഈ മാസം 25-ന് ആരംഭിക്കും. 5ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനമാണ് ആരംഭിക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. 32 ദിവസം സഭ ചേരും. ഫെബ്രുവരി 5-ന് ബജറ്റ് അവതരിപ്പിക്കും. ബജറ്റ് പാസാക്കുകയാണ് സഭയുടെ പ്രധാന അജണ്ട. ഗവർണറുമായി ബില്ലുകളുടെ കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. 15ാമത് കേരള നിയമസഭയുടെ 10ാം സമ്മേളനം 2024 ജനുവരി 25-ാം തീയതി ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോട് ആരംഭിക്കുകയാണ്. മുഖ്യമായും സമ്മേളനം ചേരുന്നത് 2024-25 വർഷത്തെ ബജറ്റ് പാസാക്കുന്നതിനാണ്. ഈ സമ്മേളനം ജനുവരി 25 മുതൽ മാർച്ച് മാസം 27 വരെ ഏതാണ്ട് 32 ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത്. ജനുവരി 29, 30, 31 തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മുകളിൽ നന്ദി പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ്. ഫെബ്രുവരി 5-ാം തീയതിയാണ് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കേരളവും. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2,70,99,326 പേരാണ് ആകെ വോട്ടർമാർ. പുതിയ വോട്ടർമാർ 5,75,000 പേരാണ്. 25,177 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പ്രതികരിച്ചു. മോണ്ടി കിഡ്സ് ഇന്റർനാഷണൽ ആപ്പ് ലോഞ്ചിംഗ് GS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിലെ മികവിനും നവീകരണത്തിനും മോണ്ടി കിഡ്സ് ആപ്പ് കുട്ടികളെ സഹായിക്കും. മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി രാജ്യത്ത് ഏറെ പ്രചാരം ലഭിച്ചു വരികയാണ്. യോഗത്തിൽ KMCT ചെയർമാൻ ഡോക്ടർ K മൊയ്തു, MES സെക്രട്ടറി CT സക്കീർ, ക്രസന്റ് മുഹമ്മദ് അലി ഹാജി, ഡോക്ടർ V മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 5,745, പവന് 45,960. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 4,780, പവന് 38,240. വെള്ളി ഗ്രാമിന് 76, കിലോയ്ക്ക് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഇന്ത്യ ഇന്ന് സിറിയയെ നേരിടും. ഖത്തർ അൽബൈത്ത് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണിക്കാണ് മത്സരം. ആദ്യ 2 കളിയും തോറ്റെങ്കിലും
ടൂർണമെന്റിൽ പ്രതീക്ഷ നിലനിർത്താൻ വമ്പൻ ജയം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന മലയാളി താരം സഹൽ അബ്ദുൽ സമദ് സ്റ്റാർട്ടിംഗ് 11-ൽ തിരിച്ചെത്തിയേക്കും. അതേസമയം ഇന്ത്യയെ 3 ഗോളിന് തകർത്ത ഉസ്ബെക്കിസ്ഥാനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് സിറിയ എത്തുന്നത്. ഓരോ ഗ്രൂപ്പിൽ നിന്നും ആദ്യ 2 സ്ഥാനക്കാരാണ് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറുക. ഇവർക്കൊപ്പം എല്ലാ ഗ്രൂപ്പിലെയും 4 മികച്ച 3ാം സ്ഥാനക്കാർക്കും പ്രീ ക്വാർട്ടറിൽ ഇടമുണ്ട്. സിറിയയ്ക്കെതിരെ വൻ വിജയം നേടി മികച്ച ഗോൾ ശരാശരിയിൽ 4 3ാം സ്ഥാനക്കാരിൽ ഇടം പിടിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഫിഫ റാങ്കിങ്ങിൽ സിറിയ 91-ഉം ഇന്ത്യ 102-ഉം സ്ഥാനങ്ങളിലാണ്. 2009-ന് ശേഷം ഇന്ത്യ സിറിയയോട് തോറ്റിട്ടില്ല. ഇരു ടീമും 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ 3 കളിയിലും സിറിയ 2 മത്സരത്തിലും ജയിച്ചു. ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചു. അർജന്റീന ഫുട്ബോൾ ടീമിനെ സ്വാഗതം ചെയ്ത് മലപ്പുറത്ത് ഫ്ലെക്സ് ഉയർന്നു. 2025-ൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് മലപ്പുറത്തെ ആരാധകർ ലോക ചാമ്പ്യന്മാരെ സ്വാഗതം ചെയ്ത് ഫ്ലെക്സ് ഉയർത്തിയത്. CV അനുഭവത്തിന്റെ റിപ്പോർട്ടിലേക്ക്. ഫുട്ബോൾ ടീമുകൾക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ടുള്ള ഫ്ലെക്സുകൾ മലപ്പുറത്തിന് അത്ര പുതുമയൊന്നുമല്ല. പക്ഷേ ഈ ഫ്ലെക്സ് അല്പം വേറിട്ടതാണ്. മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ലോക ചാമ്പ്യന്മാർക്ക് സ്വാഗതം. അർജന്റീനയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലെക്സാണ് മലപ്പുറം KSRTC സ്റ്റാൻഡിനടുത്ത് ഉയർന്നിരിക്കുന്നത്. നമുക്കറിയാം, മലപ്പുറത്തിന്റെ നെഞ്ചിടിപ്പാണ് ഫുട്ബോൾ. അർജന്റീന എന്ന് വെച്ചാൽ മറ്റു ടീമുകളെക്കാളൊക്കെ പ്രിയപ്പെട്ട ഒരു ടീമുമാണ്. അപ്പോൾ അത്തരത്തിൽ അത്രയേറെ പ്രിയങ്കരമായ അർജന്റീന 2025-ൽ മലപ്പുറത്ത് കളിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്തെ അർജന്റീനൻ ഫാൻസ് ഇത്തരത്തിലൊരു ഫ്ലക്സ് കെട്ടിയിരിക്കുന്നത്. കുഞ്ഞൊക്കെ എന്താണ് ഈ ഒരു ഫ്ലക്സിന്റെ പിന്നിലെ ചെയ്ത കാര്യം? അർജന്റീന ടീം എന്തായാലും മലപ്പുറത്ത് വരും, കളിക്കും എന്നാണ് നമ്മുടെ ആഗ്രഹം. അതായത് ടീമിനെ നമ്മൾ TV-യിൽ കണ്ടിട്ടുള്ളല്ലോ, നേർക്ക് നേരെ കാണാനൊരു ആഗ്രഹമുണ്ട്. അർജന്റീന അത്രയും സ്നേഹിക്കുന്ന ഒരു ആരാധകരാണ്. എന്തായാലും മന്ത്രി പറഞ്ഞല്ലോ വരുന്ന്, അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. മന്ത്രി പറഞ്ഞത് 2025-ൽ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ്. അല്ല, മന്ത്രി ചർച്ച നടത്തിയല്ലോ, ഓൺലൈൻ ചർച്ച നടത്തി, ഫേസ്ബുക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ. പിന്നെ ആരാധകർക്ക് അന്ന് തുടങ്ങിയ പ്രവർത്തനം ഇനി ഞങ്ങൾ വരിക, ആ ടൈം വരെ എല്ലാ പ്രവർത്തനങ്ങളും അർജന്റീന ഫാൻസ് മലപ്പുറം ചെയ്യും. മലപ്പുറത്തേക്ക് വരുന്ന ഉറപ്പാണ്? അത് ഉറപ്പാ, ഷുവറാ. അത് എന്തായാലും വെറും പറച്ചിലല്ല, എന്തായാലും ഇവിടെ എത്തും. മെസ്സിനൊക്കെ നേരിട്ട് കാണുന്നുള്ള ആഗ്രഹത്തോടു കൂടി നിൽക്കണം. എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക്? നമ്മളെ ബ്രസീൽ ഫാനാണ്, പക്ഷേ മെസ്സി മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് മെസ്സി വരിക പറഞ്ഞാൽ. ഈ അർജന്റീൻ ടീം കൂടി കളിക്കാൻ വരികയാണെങ്കിൽ മലപ്പുറത്ത് എന്തൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്? മലപ്പുറത്ത് വലിയ മാറ്റങ്ങൾ തന്നെയായിരിക്കും. ഞാനൊരു നെതർലാൻഡ് ഫാനാണ്, ഹോളണ്ട് ഫാനാണ്. പക്ഷെ എന്നാലും അർജന്റീന പോലത്തെ ഒരു ടീം ഇവിടെ കളിക്കാൻ വരിക പറഞ്ഞാൽ ഒരു ഭാഗ്യമുള്ള കാര്യമാണ്. നമുക്ക് നേരിട്ട് കാണാം, മെസ്സിയൊക്കെ നേരിട്ട് കാണുന്നത് പറഞ്ഞാൽ മലപ്പുറത്ത് നല്ല മാറ്റം തന്നെ വരും. ബിസിനസ് ആയിട്ട് എന്തായാലും നല്ല പുരോഗതി ഉണ്ടാവും ടീം വരികയാണെന്നുണ്ടെങ്കിൽ. വലിയ ചെലവൊക്കെ അല്ലേ? അത്രയും ചെലവൊക്കെ എടുത്ത് ഈ ഒരു സാമ്പത്തിക അവസ്ഥയിൽ വരാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് ലോകത്തെ എല്ലാ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചെറിയൊരു സംസ്ഥാനത്തിന് നമ്മളൊരു ജില്ലയ്ക്കൊന്നും എപ്പോഴും കിട്ടുന്നൊരു ഭാഗ്യമല്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളും അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കും തന്നെ പ്രതീക്ഷിക്കുന്നു. മലപ്പുറത്തെ പുതിയ സ്റ്റേഡിയങ്ങൾ വരാൻ സാധ്യതയുണ്ടോ? അങ്ങനെയൊക്കെയാണെങ്കിൽ സ്റ്റേഡിയം വരുന്നുണ്ട്. അതായത് 1,00,000 പേര് അടങ്ങുന്ന ഒരു സ്റ്റേഡിയമാണ് ഇപ്പോൾ ഈ അർജന്റീന വരുന്നോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പയ്യനാട് സ്റ്റേഡിയം ഇവർക്കുള്ളൊരു പ്രാക്ടീസ് ഗ്രൗണ്ട് ആക്കാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ. ഈ അർജന്റീന മലപ്പുറത്തേക്ക് വരുന്നു അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നു പറയുമ്പോൾ അർജന്റീന ഫാൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഫുട്ബോൾ പ്ലാൻസും വളരെ ആവേശത്തോട് കൂടിയിട്ടാണ് ഇതിന് വരവേൽക്കുന്നത്. അർജന്റീനയുടെ വരവ് കാത്തിരിക്കുകയാണ് മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ. ഈ കാഴ്ചയോടുകൂടി ഈ വാർത്തയിൽ നിന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി